ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടമെന്ന് കരുതുന്നത് റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്ന കാലമാണ്. ഇക്കാലത്തെയും മികച്ച താരത്തിലേക്കുള്ള റൊണാൾഡോയുടെ ഉയർച്ചയ്ക്ക് കാരണം ഈ സ്പാനിഷ് ക്ലബ്ബ് തന്നെയാണ്. അയാളുടെ കാലഘട്ടത്തിലാണ് റയൽ ലോകോത്തര ക്ലബ്ബായി മാറിയതും. ഒരിക്കൽ ക്ലബ്ബ് അധികൃതർ പറഞ്ഞതുപോലെ റയൽ മാഡ്രിഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പും പിമ്പുമെന്ന് അറിയപ്പെടും. 2009 ഓഗസ്റ്റ് 29-നാണ് റൊണാൾഡോ റയൽ മാഡ്രിഡിനായി അരങ്ങേറ്റം കുറിച്ചത്. പെനാൽറ്റിയിലൂടെ ആദ്യ ഗോൾ നേടി. ക്ലബ്ബ് വിജയത്തോടെ സീസൺ തുടങ്ങി. 15 കിരീടങ്ങളാണ് റൊണാൾഡോ കാലത്ത് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. അതിൽ 5 വർഷത്തിനിടയിൽ 4 തവണ ചാമ്പ്യൻസ് ലീഗുകൾ നേടി. 3 ലാലിഗ സീസണിൽ റൊണാൾഡോയാണ് ടോപ്പ് സ്കോറർ ആയിരുന്നത്. ബലൻഡിയോർ നേട്ടം റയലിനൊപ്പം 4 തവണ റൊണാൾഡോ സ്വന്തമാക്കി. എല്ലാത്തിനും ഉപരിയായി 438 മത്സരങ്ങളിൽ നിന്ന് 480 ഗോളുകൾ നേടി. 2018 ചാമ്പ്യൻസ് ലീഗിൽ യുവന്റസിനെതിരെ ബൈസിക്കിൾ കിക്കിലൂടെ നേടിയ ഗോൾ റൊണാൾഡോയുടെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ്. ഗ്രൗണ്ടിൽ എവിടെ നിന്നും ഗോൾ നേടാനുള്ള കഴിവ്, എതിരാളികളുടെ പ്രതിരോധ നിര എത്ര ശക്തമായാലും എളുപ്പത്തിൽ അവയൊക്കെ റൊണാൾഡോ അതിവേഗം മറികടക്കും. ഗോളുകൾ അടിച്ചുകൂട്ടും. 6 വർഷത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കളിജീവിതത്തിന് ശേഷമാണ് റൊണാൾഡോ റയൽ മാഡ്രിഡിൽ എത്തിയത്. ഇതിനോടകം ലോക ഫുട്ബോളിലെ ഇതിഹാസ നിരയിലേക്ക് എത്തിയിരുന്ന റൊണാൾഡോ റയലിലെ നിർണായക സാന്നിധ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ആ പ്രതീക്ഷകൾ ശരിവെക്കുന്നതായാണ് അയാളുടെ ഗോൾ എണ്ണവും റെക്കോർഡുകളും. റയലിൽ നിന്ന് പിന്നീട് അയാൾ പടിയിറങ്ങി ഇറ്റലിയിലെ യുവന്റസിലെത്തി. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മടങ്ങിയെത്തി. പിന്നെയും ഫുട്ബോളിനോടുള്ള അയാളുടെ അഭിനിവേശം ഇന്നും തുടരുകയാണ്.